ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡൂകോയിൻ ടെലിഗ്രാം വാലിഡിലേക്ക് എങ്ങനെ വിഡ്രോ അടിച്ചെടുക്കുക എന്നുള്ളതാണ്. ബൈബിറ്റിലേക്ക് എങ്ങനെ വിഡ്രോ അടിക്കുക എന്നുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തു. അപ്പോൾ ഗൈസ് ഒന്നല്ലെങ്കിൽ ടെലിഗ്രാം വാലറ്റിൽ അല്ലെങ്കിൽ ബൈബിറ്റിൽ എന്തായാലും നിങ്ങൾ വിഡ്രോ അടിച്ചെടുക്കാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടിലും എക്സ്ചേഞ്ചാണ് രണ്ടും. കാരണം രണ്ടിലും നമുക്ക് വിൽക്കാനും വാങ്ങാനും പറ്റുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ് അതിനകത്തുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇനിയും വരും. അപ്പോൾ ഗൈസ് നമുക്കിനി എങ്ങനെ ക്ലെയിം ചെയ്തെടുക്കുക എന്നുള്ള കാര്യമൊക്കെ നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഓൾറെഡി ചെയ്ത വീഡിയോ കാണാത്തവരാണെങ്കിൽ കാണാം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ വീഡിയോ എന്തായാലും മസ്റ്റായിട്ടും കാണാം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ കേസ് എല്ലാ അപ്ഡേറ്റ്സും ടെലിഗ്രാം ചാനലാണ് അറിയിക്കുന്നത്. അപ്പോൾ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യാം. അപ്പോൾ കേസ് നമുക്ക് ഡെപ്പോസിറ്റ് ടു എക്സ്ചേഞ്ച് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നേരത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എക്സ്ചേഞ്ച് അതുപോലെ തന്നെ ടെലിഗ്രാം വാലറ്റും അത് രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേസ് നമ്മൾ ടെലിഗ്രാം വാലറ്റാണ് ഈ തവണ ക്ലിക്ക് ചെയ്യുന്നത്. ടെലിഗ്രാം വാലറ്റിലായിട്ടാണ് നമുക്ക് ഈ തവണ വിഡ്രോ അടിച്ചെടുക്കേണ്ടത്. ഓൾറെഡി എക്സ്ചേഞ്ചിന് വീഡിയോ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ടെലിഗ്രാമിൽ വാലറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ID പ്രൂഫ് വേണം. അതുപോലെ തന്നെ ആധാർ കാർഡോ അല്ലെങ്കിൽ പാസ്പോർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൂഫ് വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും നിങ്ങൾ കയ്യിലെടുത്തോളാം. അപ്പോൾ ടെലിഗ്രാം വാലറ്റ് ചൂസ് ചെയ്യാം. അപ്പോൾ അടിയിൽ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടിന്യൂ വെക്കുക. അതുപോലെ തന്നെ ഓപ്പൺ വാലറ്റ് ഇൻ ടെലിഗ്രാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി അക്കൗണ്ട് ഉണ്ടാക്കിയ ഒരാളാണെങ്കിൽ പിന്നെയും അക്കൗണ്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. എക്സ്ചേഞ്ചും അതുപോലെ തന്നെ P2Pയും അതുപോലെ തന്നെ സെൻഡ് കോൺടാക്ട്സിലുള്ള ആൾക്കാർക്കുള്ള സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂ കൊടുക്കാം. കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കേസിന് മസ്റ്റായിട്ടും 18 വയസ്സായിട്ടുള്ളവർ മാത്രം ചെയ്യാൻ നോക്കുക. അല്ലാത്തൊരു പാരൻസിൻ്റെ കൺസെൻറ്റോട് കൂടി ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ കേസ് ഇതൊക്കെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ വെരിഫിക്കേഷൻ്റെ ഇതൊക്കെ ആയിട്ടുള്ള ലെവൽസാണ്. അപ്പോൾ കേസ് അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ഒക്കെ കൊടുത്ത് വിട്ടോളാം. വലിയ സീനുള്ള കേസൊന്നുമല്ല. അപ്പോൾ കേസ് ഷെയർ കോൺടാക്റ്റൊക്കെ ക്ലിക്ക് ചെയ്ത് വിട്ടോളാം. വളരെ എളുപ്പമുള്ള കേസൊക്കെയാണ്. കേസ് അടുത്ത് നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കേസ് 18 വയസ്സായവർ മാത്രം ചെയ്യാൻ നോക്കുക. റിസ്ക് എടുക്കരുത്. 18 വയസ്സാവാത്തവർ ചെയ്യാതിരിക്കുക. അതുപോലെ പേരൻസിൻ്റെ സമ്മതത്തോടു കൂടി മാത്രം ചെയ്യാൻ നോക്കുക. കേസ് പേരും കാര്യങ്ങളും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ അടുത്ത സെൻഡ് കൊടുക്കുക. അതുപോലെ തന്നെ അത് റെഡി ആയിട്ടുണ്ട് കേസ്. അപ്പോൾ നിങ്ങൾ ഡോട്ട്കോയിൻ ഇതുമായിട്ടുള്ള കണക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ കേസ് ജസ്റ്റ് ഇനി നമുക്ക് ബാക്ക് അടിച്ച് ഒന്നും കൂടിയും ഡോക്സിൽ കയറി ഒന്ന് കണക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ കേസ് ആദ്യം ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയ ശേഷം ഡോക്സിലിട്ട് ബാക്ക് അടിച്ച് പോവാം. അതിനുശേഷം കീപ് ഗോയിങ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്ക് വാലറ്റിലേക്ക് ഓപ്പൺ ആവും. അപ്പോൾ കേസ് അതിന് ശേഷം നമുക്ക് വളരെ എളുപ്പത്തിൽ കൺഫേം നോക്കിയാൽ മതി. ഐ കൺഫേം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മൾ നോക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കോയിൻസ് കളക്ട് ചെയ്യാനുള്ള ഇതായിട്ടുണ്ട്. അപ്പോൾ കേസ് ഡെപ്പോസിറ്റ് പ്രോസസ്സിങ് വന്നിട്ടുണ്ട്. അപ്പോൾ കേസ് ഇനി അത് ആയിക്കോളും. ഏകദേശം എന്തായാലും 20-ാം തീയതിക്ക് മുമ്പ് ആവുന്നൊക്കെയാണുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ കേസ് നമുക്ക് ഇനി നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടെലിഗ്രാമിൻ്റെ ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ ടെലിഗ്രാം വാലറ്റിൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് വിൽക്കാനും വാങ്ങാനൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് വാലറ്റ് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കേസ് അതും കൂടി ഒന്ന് റെഡിയാക്കി വെക്കുക. അതിന് ആദ്യം നമ്മൾ ടെലിഗ്രാം വാലറ്റ് ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം സെറ്റിങ്സിൻ്റെ ഒരു ഇമേജ് ഉണ്ട്, ആ സെറ്റിങ്സിൻ്റെ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്യാം. വളരെ എളുപ്പമാണ്. അതുപോലെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഐഡൻറ്റിഫിക്കേഷൻ ലെവൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ എന്ത് ID പ്രൂഫാണുള്ളത് അത് കൊടുത്തിട്ട് നിങ്ങളൊരു ആരുടെ ID പ്രൂഫാണ് നിങ്ങളുടെ ID പ്രൂഫ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഫേസിൻ്റെ ഒരു സെൽഫി വീഡിയോ ഉണ്ട്, അതൊന്ന് ചെയ്ത് വെച്ചാൽ മതി. വളരെ എളുപ്പമാണ്. അപ്പോൾ അത്രയുള്ള വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.